നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. മറ്റത്തൂർ ചെട്ടിച്ചാലിലെ പലഹാര നിർമ്മാണ യൂണിറ്റിൽ തീപിടുത്തം. യൂണിറ്റിലെ വിറക് പുരയ്ക്കാണ് തീപിടിച്ചത്. പുല്ലൂർ സ്വദേശി സുരേന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലാണ് സംഭവം നടന്നത്. വ്യാഴാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു തീപിടുത്തം ഉണ്ടായത്. പലഹാര നിർമ്മാണ യൂണിറ്റിലെ വിറകുപുരയിൽ നിന്ന് തീ ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഉടൻ തന്നെ പുതുക്കാട് അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരും അഗ്നിരക്ഷാ സേനാംഗങ്ങളും ചേർന്ന് നടത്തിയ സമയോചിതമായ രക്ഷാപ്രവർത്തനത്തിലൂടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തത്തിൽ വിറകുകളും ഷീറ്റുകളും കത്തിനശിച്ചു. എന്നാൽ തീ യൂണിറ്റിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാതിരുന്നതിനാൽ വലിയ അപകടവും വൻ നഷ്ടവും ഒഴിവാക്കാനായി. പുതുക്കാട് അഗ്നിരക്ഷാസേനയിലെ സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ സി രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ ആർ രാഹുൽ, അജിത് കുമാർ, വിഷ്ണു രാജൻ, എം മനു, ഫയർ റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ അലക്സ് സൈമൺ എന്നിവർ രക്ഷാദൌത്യത്തിൽ പങ്കെടുത്തു. ആമ്പല്ലൂരിൽ ദേശീയപാതയോരം മാലിന്യമുക്തമാക്കാൻ ലക്ഷ്യമിട്ട് സ്ഥാപിച്ച ഇരുമ്പ് വേലികൾ പഞ്ചായത്തുകൾക്ക് ബാധ്യതയായി മാറി. ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്ഥാപിച്ച ഇരുമ്പ് വേലികൾ പാതയോരത്ത് തുരുമ്പെടുത്ത് നശിക്കുന്നു. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ നെന്മണിക്കര, തൃക്കൂർ പഞ്ചായത്തുകൾ ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്ഥാപിച്ച ഇരുമ്പ് വേലികളാണ് റോഡ് വികസനത്തിനായി എടുത്തു മാറ്റിയത്. ഇപ്പോൾ ഇവ പാതയോരത്ത് പുല്ലുമൂടി തുരുമ്പെടുത്ത് നശിക്കുന്ന നിലയിലാണ്. നെന്മണിക്കര പഞ്ചായത്ത് അതിർത്തിയിൽ വരുന്ന ഭാഗങ്ങളിൽ ദേശീയപാതയോരത്ത് സെപ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നത് പതിവായതോടെയാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ 2022 കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായത്തോടെ റോഡരികിൽ ഇരുമ്പ് വേലികൾ സ്ഥാപിച്ചത്. ഇത് വിജയകരമായതോടെ 2024 തൃക്കൂർ പഞ്ചായത്ത് പരിധിയിലെ പ്രദേശങ്ങളിലും പുത്തൂർ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലും ഇരുമ്പ് വേലികൾ സ്ഥാപിച്ചു. മാലിന്യ നിക്ഷേപത്തിന് പൂർണ്ണമായും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞ പദ്ധതി വലിയ നേട്ടമായിരുന്നു. സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര പട്ടികയിൽ നെന്മണിക്കര ഇടം പിടിച്ചതിന്റെ പ്രധാന മാനദണ്ഡം മാലിന്യ നിർമ്മാർജ്ജനത്തിൽ പഞ്ചായത്ത് സ്വീകരിച്ച നടപടികളായിരുന്നു. എന്നാൽ വികസനത്തിനായി ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ഇത് മാറ്റണമെന്ന കരാർ വ്യവസ്ഥയിലാണ് ദേശീയപാത അതോറിറ്റി ഇരുമ്പ് വേലികൾ സ്ഥാപിക്കാൻ അനുവാദം നൽകിയിരുന്നത്. ഇപ്പോൾ തലൂർ ബൈപ്പാസ് ജംഗ്ഷൻ മുതൽ തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിൽ 6-വരിപ്പാത വികസനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോഴാണ് ഈ ഇരുമ്പ് വേലികൾ മാറ്റേണ്ടി വന്നത്. ലക്ഷങ്ങൾ ചിലവഴിച്ച ഇരുമ്പ് വേലികൾ ടോൾ പ്ലാസയ്ക്ക് സമീപം മാലിന്യം നിക്ഷേപിക്കുന്ന ഇടങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ പഞ്ചായത്ത് അനുവാദം തേടിയെങ്കിലും ഇതിൽ നടപടിയായില്ല. നിലവിൽ കാടുപിടിച്ച പാതയോരത്ത് തുരുമ്പെടുത്ത് നശിക്കുകയാണ് ലക്ഷങ്ങളുടെ ഇരുമ്പ് വേലികൾ. ഇവ ലേലം ചെയ്യുക മാത്രമാണ് പഞ്ചായത്തുകൾക്ക് മുന്നിലുള്ള വഴി. പദ്ധതിക്കായി ചിലവഴിച്ച തുക നഷ്ടക്കച്ചവടമായി മാറിയെന്ന് മാത്രമല്ല, ദേശീയപാതയിലെ മാലിന്യ നിക്ഷേപം വീണ്ടും ആവർത്തിക്കുമോ എന്ന ആശങ്കയും പഞ്ചായത്തുകൾക്കുണ്ട്. ദേശീയപാതയുടെ ഇരുവശത്തും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ഒരു കാലത്ത് വലിയ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്ന കാര്യമായിരുന്നു. അതിന് അറുതി വരുത്തുന്നതിനാണ് നെന്മണിക്കര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആമ്പല്ലൂർ ദേശീയപാതയുടെ പരിസരങ്ങളിൽ ഈ കാണുന്ന വേലികൾ സ്ഥാപിച്ച് മാലിന്യ നിക്ഷേപത്തിന് വലിയൊരു പരിഹാരം കാണുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഈ വേലിക്കെട്ടുകളൊക്കെ മാറ്റി സ്ഥാപിക്കേണ്ട അല്ലെങ്കിൽ അത് പൂർണ്ണമായി എടുത്തു മാറ്റണമെന്നാണ് കരാർ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ മാറ്റിയ വേലികൾ ഇപ്പോൾ കൂടുതൽ മാലിന്യ നിക്ഷേപമുള്ള ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് സ്ഥാപിക്കണമെന്ന് പഞ്ചായത്ത് ആവശ്യപ്പെട്ടെങ്കിലും അത് ദേശീയപാത അധികൃതർ അനുവദിക്കാത്തതിനാൽ ലക്ഷങ്ങൾ ചെലവഴിച്ച ഈ ഇരുമ്പ് വേലികൾ ഇപ്പോൾ അനാഥമായി കിടക്കുന്ന അവസ്ഥയാണ്. ഏതായാലും വലിയ ഒരു ഫണ്ട് നഷ്ടമാണ് പഞ്ചായത്തുകൾക്ക് ഈ ഒരു പ്രവൃത്തിയിലൂടെ ഉണ്ടായത്. ഈ വേലിക്കെട്ടുകൾ പകരം എവിടെയെങ്കിലും സ്ഥാപിക്കാൻ, മാലിന്യ നിക്ഷേപങ്ങൾ ഉള്ള ഇടത്ത് സ്ഥാപിക്കാൻ ഒരു അനുവാദം തരണമെന്നാണ് പഞ്ചായത്തുകൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. സ്വർണ്ണവില വീണ്ടും കുതിച്ചുകയറി. സ്വർണ്ണവില ഗ്രാമിന് 145 രൂപ മുന്നേറി 14,450 രൂപയിലെത്തി. 1,160 രൂപ ഉയർന്ന് 1,15,600 രൂപയാണ് പവന്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി 2,000 രൂപയിലധികം ഇടിഞ്ഞ ശേഷമാണ് കേരളത്തിൽ തിരിച്ചുകയറ്റം. ഇറാനും US തമ്മിൽ 60 ദിവസത്തെ വെടിനിർത്തൽ ധാരണയിലേക്ക് നീങ്ങുന്നുവെന്ന വിലയിരുത്തലിനെ തുടർന്ന്
ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞതും ഡോളറും ബോണ്ടും തളർന്നതും സ്വർണത്തിന് തിരിച്ചു കയറാനുള്ള കാരണമായി. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 14,450 രൂപയും പവന് 1,15,600 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.